പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത വരുന്ന ISL സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ആരാധകരുടെയൊക്കെ സംശയമാണ് വരുന്ന ISL സീസൺ എപ്പോൾ നടക്കുമെന്നുള്ളത്. ISL നടക്കുമോ എന്നുള്ള കാര്യം പോലും വലിയൊരു സംശയത്തിൽ തന്നെയായിരുന്നു. നിലവിലിപ്പോൾ ISLുമായിട്ട് ബന്ധപ്പെട്ട് അല്പം ആശ്വാസം നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ISL ക്ലബ്ബുകളെല്ലാം ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗിൽ കായിക മന്ത്രി ISL ക്ലബ്ബുകൾക്ക് ലീഗ് നിശ്ചയിച്ച പ്രകാരം നടത്തുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. മാത്രമല്ല സ്റ്റേഡിയത്തിന്റെ ചെലവുകളിൽ ഇളവ് നൽകണമെന്ന ആവശ്യവും ക്ലബ്ബുകൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എന്തായാലും ലീഗ് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അല്പം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ആ ഒരു യോഗത്തിന്റെ ഏറ്റവും പ്രധാന ഫലം ക്ലബ്ബുകളും AIFFും തമ്മിൽ അടുത്ത 4 വർഷത്തേക്കുള്ള പുതിയ സാമ്പത്തിക ഘടന അന്തിമമായി അംഗീകരിച്ചതാണ്. ഈ കരാറ് പ്രകാരം ഓരോ ക്ലബ്ബും സീസൺ തോറും AIFFന് 1 കോടി രൂപ വീതം നിശ്ചിത ഫീസ് നൽകും. 14 ക്ലബ്ബുകൾ ISLൽ പങ്കെടുത്താൽ AIFFന് ഓരോ സീസണിലും മൊത്തം 15 കോടിയോളം രൂപ വരുമാനമായി ലഭിക്കുമെന്നുള്ളതാണ്. എന്തായാലും ISL ക്ലബ്ബുകളെല്ലാം ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ലീഗുമായി ബന്ധപ്പെട്ട് ഇനിയും വരുന്ന ദിവസങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത വരുന്ന ഡ്യൂറന്റ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഡ്യൂറന്റ് കപ്പിന്റെ തീയതിയായി AIFF നിശ്ചയിച്ചിരിക്കുന്നത് അടുത്ത മാസം പകുതിയോടെയാണ്. ഇപ്പോൾ ഡ്യൂറന്റ് കപ്പുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ചില ISL ക്ലബ്ബുകളെല്ലാം മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസലായിരുന്നു ഡ്യൂറന്റ് കപ്പിൽ വിദേശ താരങ്ങൾ കളിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് ഇന്ത്യൻ താരങ്ങൾക്ക് വേണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ലീഗ് നടത്താൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമെന്നൊരു കാരണത്താലാണ് ക്ലബ്ബുകൾ ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് ഇന്ത്യൻ താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ വരുന്ന ഡ്യൂറന്റ് കപ്പ് ഒരുപക്ഷെ നടത്തിയേക്കുക. എന്തായാലും ഈ വരുന്ന ഡ്യൂറന്റ് കപ്പ് ഇന്ത്യൻ താരങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താനാണ് ചാൻസ് ഉള്ളത്. അടുത്ത മാസം 11 മുതൽ ഓഗസ്റ്റ് 20 വരെയാണ് ഡ്യൂറന്റ് കപ്പ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു അന്തിമ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.